ഉച്ചക്ക് ചോറിന് കഴിക്കാൻ പറ്റുന്ന ഒരു തോരൻ്റെ റെസിപ്പിയാണിത്. ഞാനൊരു വലിയ ഉരുളക്കിഴങ്ങാണ് അത് എടുത്ത് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. ചില സമയത്തൊക്കെ നമുക്ക് വീട്ടിൽ വേറെ ഒന്നും ഇല്ലെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങും 2 ഉള്ളിയും ഉണ്ടെങ്കിൽ നമുക്കൊരു തോരൻ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഞാനത് മുറിച്ച് കഷ്ണങ്ങളാക്കി ഇടുകയാണ്. നമ്മൾ ഉരുളക്കിഴങ്ങ് മുറിച്ചിടുന്ന സമയത്ത് കഴുകിയതിന് ശേഷം വെള്ളത്തിലേക്ക് മുറിച്ചിടുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ മുറിച്ച് നമ്മൾ വേറെ പാത്രത്തിലെടുത്ത് വെച്ച് അതിൻ്റെ കളർ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളത്തിൽ ഇട്ട് കഴുകിയിട്ട് നമുക്ക് തോരൻ വെക്കാൻ എടുക്കാൻ പറ്റും. വേറെ പാത്രത്തിലേക്ക് എടുത്ത് കഴുകി മാറ്റി വെക്കേണ്ട ആവശ്യമില്ല, വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കാം. പിന്നെ ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്, അത് ഒന്ന് നേർങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് പല രീതിയിലും നമ്മൾ ഫ്രൈ ചെയ്തിട്ടും അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട്. ഇത് കുറച്ചുകൂടി ഹെൽത്തിയായ ഒരു തോരനാണ്. പിന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഞാൻ ഉള്ളി മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 2 പച്ചമുളകും കൂടി മുറിച്ച് എടുത്ത് വെക്കുന്നുണ്ട്. ചൂടായ പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മുറിച്ച് വെച്ച സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ സവാളയിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് നന്നായി ഇളക്കിയിട്ട് കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് ഇത് ഒന്ന് വേവിക്കാം. പിന്നെ കുറച്ച് ഉള്ളി വാടിയതിന് ശേഷം കഴുകിയ വെള്ളത്തിലിട്ട് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാണുന്നില്ലേ, കളറൊന്നും മാറാതെ തന്നെ കിട്ടും. ഇനി നമുക്ക് രണ്ടും കൂടി നല്ല മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഇതിൽ വെള്ളം ഒന്നും തന്നെ ഞാൻ ചേർക്കുന്നില്ല. നമ്മൾ അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുത്താൽ ഈ ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത് കിട്ടും. വെള്ളം ചേർത്താൽ ഉരുളക്കിഴങ്ങ് ഉടഞ്ഞു പോകും. കാണുന്നില്ല, നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി നോക്കണം. അപ്പോഴേക്കും ഇതിലേക്ക് വെള്ളം ഊറി വന്നിട്ടുണ്ടാവും. ഒരു 5-10 മിനിറ്റ് മാത്രമേ ഇത് വെന്ത് വരേണ്ട സമയമുള്ളൂ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക, ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ കുറച്ച് തേങ്ങ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റുള്ള നമുക്ക് ഉള്ള തോരൻ റെഡിയായി. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് തട്ടി അമർത്തിട്ട് നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് അടച്ച് വെക്കാം. ഇപ്പോഴും നമ്മളെ തോരൻ നന്നായി വെന്തിട്ടുണ്ട്. അതായത് സ്പൂൺ കൊണ്ടൊന്ന് പൊട്ടിച്ച് നോക്കുന്ന സമയത്ത് ഇതാ കാണുന്നില്ലേ, നല്ല വെന്തിട്ടുണ്ട്. എന്നാൽ ഉടഞ്ഞു പോവുകയുമില്ല. അപ്പോൾ നല്ല സ്വാദിഷ്ടമായ ഒരു തോരനാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാം, അതുപോലെ ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം. താങ്ക് യു.